നിങ്ങളിപ്പോൾ കണ്ട ഇത്രയും മെഡിസിൻ ഇവൻ 3 വർഷം കൊണ്ട് എടുത്ത മെഡിസിനാണ്. ഇപ്പം ഇവർക്ക് 2 പേർക്കും ഇനി ഇത് വാങ്ങിക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്തെത്തിക്കണം. ഇനി എന്നതാണ് കാര്യങ്ങളെന്നൊക്കെ ഇവർ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. ബ്രോ, അപ്പം മോൻ്റെ അസുഖം എന്നതാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു. മോൻ്റെ പേര് അഹാൻ എന്നാണ്. ഇപ്പം അവനിപ്പോൾ 3.5 വയസ്സായി. അവൻ്റെ അസുഖത്തിൻ്റെ പേര് ഗാബ ട്രാൻസാമിനേസ് ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് അസുഖത്തിൻ്റെ പേര്. ഭൂമിയിലാകെ ഇവന് മാത്രമാണ് ഇവന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. സബ് കാറ്റഗറിയിലുള്ള 4 പേരുണ്ട്. അവരാരും ജീവിച്ചിരിപ്പില്ല. അവരുടെ ഗൈഡ് ലൈൻസ് വെച്ചാണ് തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് മുറിയിൽ ഡോക്ടർ മേരി ഐബ് എന്ന് പറഞ്ഞ മേഡത്തിൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മാസം എത്ര രൂപയുടെ മെഡിസിനാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇപ്പം 120 ബോട്ടിൽ വേണം ഒരു മാസം. അതിന് എത്ര രൂപ മൊത്തം? അതും ബാക്കി എല്ലാ ചിലവ് ഉൾപ്പെടെ ഇവന് മാത്രം ഒരു മാസം എത്ര രൂപ ചിലവ് വരുന്നുണ്ട്? ഇവന് മാത്രം ഇപ്പോൾ ഒരു 1 lakh അടുത്ത് ഒരു മാസത്തോളം ചിലവ് വരുന്നുണ്ട്. ആ സമയത്ത് ഒറ്റ ചോദ്യം ചോദിച്ചോട്ടെ, 1 lakh അടുത്ത് ഇവന് ചിലവ് വരുന്നുണ്ട്. ബ്രോയ്ക്ക് സാലറി എന്നാ ഉണ്ട്? 20 രൂപ സാലറി ഉണ്ട്. 1 ലക്ഷം രൂപ ഇവന് ചിലവ്. ബട്ട് ബ്രോയുടെ സാലറി എന്ന് പറയുന്നത് 20,000 രൂപ. പിന്നെ ഇതിൽ കൂടുതൽ ഞാനൊന്നും പറയാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പം ഇവന് ജനിച്ച് 3 മാസം വരെ ഒരു കുഴപ്പമില്ലായിരുന്ന കുട്ടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ഇവന് ഈ അസുഖമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. 5-ാം മാസത്തിൽ അസുഖം കണ്ടുപിടിക്കുന്നത്. അന്നേരം തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ ഇവന് ഈ അസുഖത്തിൻ്റെ ഇവന് അരയുടെ അവിടെ നിന്ന് എപ്പോഴും തളർന്നായിരിക്കുന്നത്. എപ്പോഴും ഫിക്സ് വരും, കണ്ണിൻ്റെ കൃഷ്ണമണി ഇറങ്ങിപ്പോവും, നാക്ക് വെളിയിട്ടൊക്കെ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാണുമ്പോഴെന്നല്ല, സത്യം പറഞ്ഞാൽ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ഹോസ്പിറ്റലിൽ എങ്കിലും കൊണ്ടുപോയാൽ നമുക്കൊരു ആശ്വാസം വരില്ലേ. ഇവനെ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലും എടുക്കത്തുമില്ല. എനിക്ക് തിരുവനന്തപുരം വരാൻ കൊണ്ടുപോവുകയും ചെയ്യണം. ചില സിറ്റുവേഷൻസ് ഫിക്സ് എല്ലാം കൂടിയിട്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ട അവസ്ഥ പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇവന് ഞങ്ങളവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി കഴിഞ്ഞാണ് ഇപ്പോൾ ഈ അസുഖമാണെന്ന് അറിയുന്നത്. അപ്പം ഈ അസുഖത്തിൻ്റെ ഈ പാർശ്വഫലങ്ങൾ മാറ്റാൻ ഫ്ലൂമാസനിൽ എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്. ഫ്ലൂമാസനിൽ എന്ന് പറഞ്ഞ മെഡിസിൻ ഉണ്ട്. അപ്പം ഇത് ബോംബെ നിന്നാണ് ഇപ്പം വരുന്നത്. ഇതിൻ്റെ സ്പ്രേറ്റ് എപ്പം വരുന്നത് കാനഡയിലാണ്. അതൊരു എത്തിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇഞ്ചക്ഷൻ എനിക്ക് ബോംബെയിൽ നിന്ന് കിട്ടി. ഇത് SIT കൊണ്ടുവന്ന് ഇവന് ഇഞ്ചക്ഷനായിട്ട് ഞങ്ങൾ കൊടുത്തിരുന്നു. കൊടുത്തപ്പം കുഞ്ഞിന് നല്ല വ്യത്യാസമായി. നല്ല വ്യത്യാസം വരാൻ തുടങ്ങിയപ്പോഴത്തേനും ഈ മരുന്ന് നമ്മൾ ഓറലി കൊടുക്കുന്നതിന് കണ്ടുപിടിച്ച് ഓറലി കൊടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 3 വർഷത്തോളമായിട്ട് ഇവനിപ്പോൾ ഓറലി ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യമൊക്കെ മരുന്നിന് 77,616 രൂപയായിരുന്നു. അത് കഴിഞ്ഞ് മരുന്നിൻ്റെ അളവ് വീണ്ടും കൂടി 85,153 രൂപയായിരുന്നു. അതൊക്കെ എനിക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേനും കമ്പനിക്കാർ ഇടപെട്ടു. അതുപോലെ തന്നെ ഡോക്ടർ കമ്പനിക്കാരുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്തു. ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് ഒത്തിരി ഒത്തിരി ഹെൽപ്പുകൾ നമുക്ക് കിട്ടി. ഇപ്പം ഡോക്ടർ അവിടുത്തെ കമ്പനിയിലെ മേഡമൊക്കെ ആയിട്ട് ഡോക്ടറുമായിട്ട് സംസാരിക്കാൻ അങ്ങനെ ഒത്തിരി പ്രൊസീജിയറുകളുണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഈ 85,000 രൂപയുടെ മരുന്ന് എനിക്ക് 36,000 രൂപയ്ക്ക് സാങ്ഷനാക്കി തന്നായിരുന്നു. പക്ഷെ എനിക്കിപ്പം കഴിഞ്ഞ മാസം തൊട്ട് അവൻ്റെ വെയിറ്റ് ഒന്ന് ഇച്ചിരി കൂടി. അവന് ഹോസ്പിറ്റലിൽ അവൻ്റെ കാലിന് ഇവിടെ കൊണ്ടൊന്ന് വളഞ്ഞു പോയിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അപ്പോഴത്തേനും അവൻ്റെ വെയിറ്റ് കൂടി. ഇപ്പം അളവൊന്ന് കൂട്ടി. ഇപ്പം 90 ബോട്ടിലിൻ്റെ സ്ഥാനത്ത് 120 ബോട്ടിൽ വേണം. പിന്നെ കുഞ്ഞിന് മോഷൻ ഒന്നും തന്നെ പോയില്ല. നമ്മൾ തോന്നുന്നു തന്നെ പോയില്ല. നമ്മൾ ഡെയിലി നമ്മൾ സപ്പോസിറ്റർ വെച്ചിട്ടൊക്കെയാണ് കളയുന്നത്. ഇപ്പം അവന് മോഷൻ പാസ് ചെയ്യുന്നതിൻ്റെ ഒരു ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ വെക്കുന്നതാണ്. പിന്നെ ഈ മരുന്ന് കൊടുത്തിട്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ്. മറ്റേ നമുക്കിങ്ങനെ എടുത്ത് പോലും പിടിക്കാൻ പറ്റിയല്ലായിരുന്നു. ഇപ്പോൾ ഇവന് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. വേണ്ട, പോകാം, ഇല്ല, അങ്ങനെയുള്ള ഓരോ വാക്കുകൾ, അമ്മേ, അങ്ങനെയുള്ള ഓരോ വാക്കുകളൊക്കെ അവൻ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. ഒരു കാര്യം ചോദിച്ചിട്ട്, ഇത് കംപ്ലീറ്റ് ക്യൂർ ആവുമായി നമ്മളെ മെഡിസിൻ? ഡോക്ടർ ആദ്യമായിട്ട് ഇങ്ങനെ അസുഖമുള്ള ഒരു കുഞ്ഞിനെ കാണുന്നത്. പിന്നെ ഇവൻ ഈ മരുന്ന് ഇവൻ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഈ മരുന്ന് എനിക്ക് കൊടുക്കണം. ഈ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു കാര്യം നിമിഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടൊന്ന് പറയട്ടെ. നിങ്ങളുടെ 2 പേരുടെ പേര്, സ്ഥലം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം. എൻ്റെ പേര് അബി എന്നാണ്. എൻ്റെ വൈഫ് സൂര്യ. ഞങ്ങൾ കുടമാളൂരാണ് താമസിക്കുന്നത്. കോട്ടയം കുടമാളൂരാണ് താമസിക്കുന്നത്. അപ്പം മക്കൾ 2 പേരാണ്. മൂത്തവൻ അഹാൻ, രണ്ടാമത്തത് നിഹാൻ.
ഈ മെഡിസിൻ നമ്മളിപ്പം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതാണ് മെഡിസിന്. ഈ മെഡിസിൻ നമ്മളിപ്പം കൊടുത്തു കഴിഞ്ഞപ്പോൾ തൊട്ട് ഇപ്പം കുഞ്ഞിനിപ്പം നല്ല വ്യത്യാസമായി. ഫുൾ ടൈം ഫിക്സ് വന്നുകൊണ്ടിരുന്ന കുട്ടിയാണ്. ഇപ്പം ഫിക്സ് അങ്ങനെ വരുന്നില്ല. മൈന്യൂട്ടായിട്ട് എപ്പോഴും ഫിക്സ് വരുമായിരുന്നു. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഈ കൃഷ്ണമണി ഫുള്ള് കീഴ്പോട്ട് ഇറങ്ങി പോകുമായിരുന്നു. നാക്ക് ഇങ്ങനെ വെളിയിൽ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. തല ഇങ്ങനെ ഇട്ടാട്ടുമായിരുന്നു. പിന്നെ റെസ്പോണ്ട് ഒന്നും ചെയ്യത്തില്ലായിരുന്നു. പക്ഷേ ഈ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അവൻ നല്ല ബെറ്ററായി. പക്ഷേ ഈ മെഡിസിൻ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഗാബ എന്ന് പറഞ്ഞ ഡിസീസ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പാസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലോയെ തടയാൻ വേണ്ടിയാണ് ഈ മെഡിസിൻ ഇപ്പം യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഹോർമോണൽ ലെവലിലെ ഡിസീസ് ആണോ അതോ വൈറലോ അങ്ങനെ എന്തെങ്കിലുമാണോ? ഹോർമോണൽ ആയിരിക്കും. അല്ല, ഇത് ജനറ്റിക് അതായത് ജനറ്റിക് കോഡിനുള്ളിൽ സംഭവിക്കുന്നതാണ്. അതെ അതെ അതെ. അതുപോലെ ഈ മെഡിസിൻ ഇപ്പം ബോംബെ നിന്നാണ് വരുന്നത്. അപ്പം ഇപ്പം ഈ മെഡിസിൻ ഇപ്പോൾ ഒരു മാസത്തിന് ആദ്യം 77,000 രൂപയായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ഇപ്പം എത്രയാണ് വരുന്നത്? അത് കഴിഞ്ഞിട്ട് 85,000 രൂപയായി. ഒരു മാസത്തെ കണക്കാണ് ഈ പറയുന്നത്. ഇപ്പം എത്ര ഏറ്റവും ലേറ്റസ്റ്റ് എത്രയാണ് വന്നിരിക്കുന്നത്? ലേറ്റസ്റ്റ് നമുക്ക് 85 മരുന്ന് ഇപ്പം 36,000 രൂപയായിട്ട് കമ്പനി നമുക്ക് കുറച്ച് തന്നായിരുന്നു. പക്ഷേ അവൻ്റെ അളവ് കൂട്ടി. നേരത്തെ 90 ബോട്ടിൽ മതിയായിരുന്നു. ഇപ്പോൾ അത് 120 ബോട്ടിലാക്കി. അപ്പോൾ ഇപ്പോൾ ഒരു 48,384 രൂപയാണ് ഒരു മാസം. ഇത് ഈ മെഡിസിൻ മാത്രം. ഇത് കൂടാതെ ഫിക്സിന് കൊടുക്കുന്ന ഒരു 10-12 കൂട്ടം മെഡിസിൻ ഉണ്ട്. അതിന് തന്നെ ഒരു 6,000 രൂപ മാസമാകുന്നതാണ്. സർജറി കഴിഞ്ഞിരിക്കുകയാണ്. വെച്ചാൽ ചെറുകുടലിൻ്റെ അകത്ത് ഒരു സഞ്ചി പോലെ വന്നിട്ട് അതിനകത്ത് ബ്ലീഡിങ് വന്ന് സീരിയസ് ആയി പോയായിരുന്നു. അത് റെയർ ആയിട്ട് കാണുന്നതാണ്. അത് സർജറി ചെയ്തു പിന്നെ കിട്ടിയായിരുന്നു തന്നെ ഡോക്ടർമാർ പറഞ്ഞതാണ്. അതിനകത്ത് നിന്നാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ മരുന്നൊന്ന് 2 ദിവസത്തേന് ഒന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോൾ തന്നെ ഇവൻ്റെ കണ്ടീഷൻ മോശമായി പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം കമലുന്നില്ല. പക്ഷേ ഇപ്പം നല്ല ആക്റ്റീവാണ്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അവനറിയാം. നല്ല ആക്റ്റീവാണ് കുഞ്ഞിപ്പോൾ. അതായത് നോർമലി ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെയ്യുന്നത്. ബട്ട് ഇത് ഞാൻ വിചാരിച്ചാലും ഒന്നും അത് ഫുൾഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളെപ്പോലെ നല്ല മനസ്സുള്ള ആളുകളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഒരു പിതാവിൻ്റെ ഹൃദയം എത്രമാത്രമാണെന്ന് എനിക്ക് ഇപ്പം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. സോ അപ്പം ബ്രോ ഒന്ന് ചുരുക്കി പറയണം. ഇവനിപ്പം എന്നാണ് അസുഖം, പ്രസൻറ്റ് കണ്ടീഷൻ, എത്ര നാൾ മരുന്ന് കഴിക്കണം, ഒരു മാസം എത്രയാണ് ചിലവ്, ഒന്ന് ഒറ്റ വാക്കിലൊന്ന് ചുരുക്കി പെട്ടെന്ന്. അസുഖത്തിൻ്റെ പേര് ഗാബ ട്രാൻസാമിനേസ് ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് അസുഖത്തിൻ്റെ പേര്. നമുക്ക് ജനിച്ച 3 മാസം വരെ ഒരു കുഴപ്പമില്ല. 5-ാം മാസത്തിലാണ് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിൽ പീഡിയാട്രിക് ന്യൂറോയിൽ ഡോക്ടർ മേരി ഐപ്പ് എന്ന് പറഞ്ഞ മേഡത്തിൻ്റെ അണ്ടറിലാണ് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. ഇവന് കൊടുക്കുന്ന മെഡിസിനാണ് ഫ്ലൂമാസിനിൻ എന്ന് പറഞ്ഞ മെഡിസിന്. ഇതിപ്പം ഒരു മാസം ഇപ്പോഴത്തെ കണ്ടീഷനിൽ 120 ബോട്ടിൽ മരുന്ന് വേണം. അപ്പോൾ ഒരു മാസം ഇപ്പോൾ എനിക്കിപ്പം 48,384 രൂപയുടെ മെഡിസിന് ഈ മെഡിസിൻ തന്നെ വേണം. അതുകൂടാതെ ഇവന് 6,000 രൂപയുടെ മെഡിസിൻ വേറെയുണ്ട്. പിന്നെ ഈ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കൊച്ചിനിപ്പോൾ നല്ല വ്യത്യാസമായി. ഫുൾ ടൈം ഫിക്സ് വന്നിരുന്ന കുട്ടിയാണ്. കണ്ണിൻ്റെ കൃഷ്ണമണിയൊക്കെ ഇറങ്ങിപ്പോവായിരുന്നു. നാക്ക് വെളിയിടുമായിരുന്നു. അരയുടെ അവിടെ നിന്ന് മേപ്പോട്ട് കുഞ്ഞ് തളർന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കണ്ടീഷനെല്ലാം ഇപ്പോൾ ബെറ്ററായി വന്നു. ഇപ്പോൾ അവന് കഴുത്തിൻ്റെ ഇവിടം വരെ ഉറപ്പായി. കഴുത്തിൻ്റെ ഇവിടം കൂടെ ഒന്ന് ബലം വെച്ച് വന്നാൽ മതി. പിന്നെ കണ്ണിൻ്റെ കൃഷ്ണമണി പോകുന്നതെല്ലാം സ്റ്റോപ്പായി. നാക്ക് വെളിയിടുന്നതെല്ലാം സ്റ്റോപ്പായി. ഫിക്സ് ഇപ്പം വരുന്നേ ഇല്ല കുഞ്ഞിന്. പിന്നെ അവൻ അമ്മ, അച്ഛ, വേണ്ട, പോകാം, ഇല്ല, എന്ന അങ്ങനെ ഓരോ വാക്കുകളൊക്കെ അവൻ പറഞ്ഞു തുടങ്ങുകയും ചെയ്തു. പിന്നെ ഈ കുഞ്ഞിന് ഈ മെഡിസിന് ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇവൻ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ഈ കുഞ്ഞിന് ഈ മരുന്ന് കൊടുക്കണം. കാര്യം വെച്ചാൽ ലൈഫ് ലോങ് ആണ് ഈ മരുന്ന് കൊടുക്കേണ്ടത്. ഈ ഒരു കുടുംബം നിങ്ങളുടെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നത് പൈസയല്ല, ആ കുഞ്ഞിൻ്റെ ജീവനാണ്. എന്ന് വെച്ചാൽ മെഡിസിനാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ആരും പൈസ കൊടുത്തില്ലെങ്കിൽ ഇവർക്കൊരു കുഴപ്പമില്ല. ഇവരുടെ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ, അവന് മുന്നോട്ട് ജീവിക്കാനുള്ള മെഡിസിനാണ് വേണ്ടത്. അപ്പം അതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക എന്ന് ഇവർ പറഞ്ഞാലും ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നു, ഞാനൊരു ഫാദറാണ്. സോ പൈസയുടെ ആവശ്യമുണ്ട്. അത് ഇവർക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ അത് ഡയറക്റ്റ് ചെയ്തോളുക. കാര്യം നിങ്ങളത് പറഞ്ഞാലും ഞാൻ പറഞ്ഞതാണ്. എന്റെ കുഞ്ഞിന് മരുന്ന് വാങ്ങി അത് ഓക്കെ, സംബന്ധിച്ചത് അതെനിക്കറിയാം. ഞാനും ഒരു അപ്പനാണ്, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. എന്നെ കോൺടാക്ട് ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള നാച്ചിയാർ ഫാർമസി എന്ന് പറഞ്ഞ ഫാർമസി വഴിയാണ് മെഡിസിൻ വരുന്നത്. നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തോളാം. ഓക്കെ. അപ്പം
ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തേക്കാം. നിങ്ങൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുക. പിന്നെ ഒന്നുകൂടെ ഞാനെടുത്ത് പറയുന്നു, നിങ്ങൾക്കൊന്നും ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇപ്പം നിലവിലില്ല എങ്കിൽ മിനിമം ഒരു 10 പേർക്കെങ്കിലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം എവിടെ നിന്നാണ് ഒരു ഹെൽപ്പ് വരുന്നത് നമുക്ക് പ്രൊഡക്റ്റ് പോലും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറ്റുന്ന അത്രയും നിങ്ങൾ ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഈ സമയത്ത് ഞാൻ പറയുകയാണ്. എന്നാലും എനിക്ക് പറയാനുള്ളത്, ഈ കുഞ്ഞിൻ്റെ ലൈഫിൽ ഒരു മിറാക്കിൾ തന്നെ സംഭവിക്കട്ടെ. ഇവൻ അടിപൊളിയായിട്ട് നമ്മളെപ്പോലെയൊക്കെ എഴുന്നേറ്റ് നല്ല ഹാപ്പി ആയിട്ടൊരു ഫാമിലി ആഗ്രഹമുള്ളൂ. എനിക്ക് ആ ഒറ്റ ഒരു ആഗ്രഹമുള്ളൂ. എന്നാ എനിക്കെന്നെ മുന്നേ എഴുന്നേറ്റ് നടത്തുക. നടന്നോടും. അപ്പം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ, അതനുസരിച്ച് നിങ്ങൾ നോക്കി വെച്ചും ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. പ്രിസ്ക്രിപ്ഷൻ ഇതാണ്. അത് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് കമൻറ്റിൽ ഇടാവുന്നതാണ്.